സർ, വളരെ വളരെ അഭിമാനാർഹമായ ഒരു നിമിഷത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ISROയെ സംബന്ധിച്ച് വരാൻ പോകുന്ന ദൗത്യങ്ങൾക്ക് മുതൽക്കൂട്ടാകുന്ന ഒരു യാത്ര. എങ്ങനെ കാണുന്നു ഈ ആക്സിയം 4 ദൗത്യത്തെ, ശുഭാംശു ശുക്ലയുടെ ഈ യാത്രയിലെ സാന്നിധ്യത്തെ? റിയലി എക്സൈറ്റിംഗ്. കാരണം നമ്മുടെ ഇത് രണ്ടാമത്തേതെന്ന് പറയുകയാണെങ്കിലും ടുഡേ നമുക്കിത് വളരെ അടുത്താണ്. കാരണം ഇനി വിതിൻ 2 years from now ഈ ഇതുപോലത്തെ ഒരു ജേർണി വി ആർ ഗോയിങ് ടു അണ്ടർടേക്ക് ഫ്രം ദ ഇന്ത്യൻ സോയിൽ. ഐ എം ടോക്കിംഗ് അബൌട്ട് ഗഗൻയാൻ പ്രോജക്ട്. ഗഗൻയാൻ പ്രോജക്റ്റിന്റെ പ്രിലൂഡാണ് നമ്മൾ ഇന്ന് കാണുന്നത്. ഇൻ ദാറ്റ് സെൻസ് ദിസ് വിൽ ഗിവ് കണ്ടമാനം എക്സ്പീരിയൻസ്. ഇന്നത്തെ എക്സ്പീരിയൻസ് വിൽ ബി വെരി യൂസ്ഫുൾ. It's an exposure to what we would be doing it 2 years from now. That way, it's not only as a prelude, but also a good lesson. We are learning quite a bit on it. For example, tell me. Yeah, tell me. സാർ, ISROയെ സംബന്ധിച്ച് ഇപ്പോൾ ഗഗൻയാനാണല്ലോ നമ്മുടെ മുമ്പിലുള്ള ഒരു വലിയ ദൗത്യം. അതിനായി തിരഞ്ഞെടുക്കപ്പെട്ടവരിൽ ഒരാൾ കൂടിയാണ് ശുഭാംശു ശുക്ല. അപ്പോൾ അതിന് മറ്റു രാജ്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള സഹകരണമൊക്കെ സ്വാഭാവികമായിട്ടും ബഹിരാകാശ ദൗത്യങ്ങളുണ്ടല്ലോ. എങ്കിലും ഈ യാത്രയിൽ നിന്ന് മാത്രം ഗഗൻയാന് കിട്ടുന്ന ഒരു വലിയ അനുഭവം അതെങ്ങനെയായിരിക്കും? അത് നമ്മുടെ ദൗത്യത്തിന് കുറച്ചുകൂടി വേഗത്തിൽ നമുക്ക് ഈ ദൗത്യത്തിലേക്ക് പോകാനുള്ള ഒരു സാഹചര്യം കൂടി ഒരുക്കുമോ ഈ ആക്സിയം മിഷൻ? അങ്ങനെയല്ല, നമ്മുടെ മിഷൻ ഈസ് ആൾറെഡി പ്ലാൻഡ്. ഈച്ച് സ്റ്റെപ്പ് ഈസ് ആൾറെഡി പ്ലാൻഡ്. ഇമാജിൻ, ഇത് ഒരു കാര്യമായിട്ട് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇന്നത്തെ വെഹിക്കിളിന്റെ കാര്യം മറക്കും. ജസ്റ്റ് ഫർഗെറ്റ് അബൌട്ട് ഇറ്റ് ഫോർ ദ ടൈം ബീയിങ്. ഇൻ ദാറ്റ് പ്ലേസ് അവർ Mark 3 GSLVയുടെ വെഹിക്കിൾ ആണ് എന്ന് വെച്ചോളൂ. ഇൻ വിച്ച് കേസ് ദ എൻ്റയർ സീക്വൻസിങ്, ടൈമിംഗ്, കൗണ്ട് ഡൗൺ, separations, burnout, everything will be different. Not exactly this mission. But for that, the entire operation of ഇവരുണ്ടല്ലോ astronauts-ഉം അവരുടെ പ്രിപ്പയർഡ്നെസ്സും അവർ ബിഹേവ് ചെയ്യേണ്ട കാര്യങ്ങളും അവരെ കൂടെ ഇതെല്ലാം സെയിം. So in other words, we are experiencing exactly what in Gaganyaan we will do, but for the vehicle. So vehicle different ആയിട്ട് വരും. നമ്മുടെ വെഹിക്കിൾ ആയിരിക്കും, ഇതല്ല നമ്മുടെ റോക്കറ്റ് ആയിരിക്കും. സോ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇത് വലിയ ഒരു എക്സ്പീരിയൻസ് ആണ്. സത്യത്തിൽ ആർക്കും കിട്ടാത്ത ഒരു ഓപ്പർച്യൂണിറ്റി എന്നാണ് ഞാൻ പറയുന്നത്. നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ശരി, വളരെ നന്ദി ശ്രീ നമ്പിനാരായണൻ പ്രതികരണം അറിയിച്ചു. അദ്ദേഹം പറഞ്ഞ പോലെ സാങ്കേതികമായിട്ടൊക്കെ നമ്മുടെ ദൗത്യപരമായ അതിന് ഒരുപാട് വ്യത്യാസങ്ങളുണ്ടെങ്കിലും അതിനുള്ളിൽ ഒരു ആസ്ട്രോനോട്ട് ഏതൊക്കെ നിലയിലാണ് ഓരോ ഘട്ടങ്ങളെയും അതിജീവിക്കുന്നത്, എങ്ങനെയാണ് ഓരോ സംവിധാനങ്ങളോടും പ്രതികരിക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങളിൽ വലിയ അനുഭവ സമ്പത്താണ് ശുഭാംശു ശുക്ലയെ സംബന്ധിച്ച് ഈ യാത്ര നൽകുന്നത്. അത് ഇന്ത്യയുടെ ദൗത്യത്തിൽ നമ്മുടെ സഹയാത്രികർക്ക് കൂടി പ്രയോജനകരമാകും എന്നതാണ്.